അപ്പൊ നമ്മൾ അഭിനയിച്ച മഹാരാജ ഹോസ്റ്റൽ മൂവി ജൂലൈ 24 റിലീസായി. അപ്പൊ പടത്തിന് അത്യാവശ്യം നല്ലപോലെ പോസിറ്റീവ് വന്നു. അത് കൂടാതെ സോഷ്യൽ മീഡിയ അത്യാവശ്യം നല്ലപോലെ നെഗറ്റീവ് വന്നിട്ടുണ്ട്. അവരെ വെറുതെ പഴി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ അഭിനയം കണ്ടപ്പോ എനിക്ക് പോലും കൂവാൻ തോന്നി. ഭയങ്കര ഓവറായി പോയി കേട്ടോ. ഞങ്ങള് തുടക്കക്കാരായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഭാഗത്തും കുറെ ഫോൾട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ അറിയിക്കണം. ഇങ്ങനെ അഭിനയിച്ചാലേ ചെരിപ്പ് ഉറപ്പാ. അവരിൽ കഴിയുന്ന വിധം നല്ലപോലെ സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ പോയി കണ്ടാലേ നിങ്ങൾക്ക് അതിന്റെ ഫീല് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്റെ പൊന്നു ചങ്ങാതി, വല്ലപ്പോഴും ഞാനൊരു സിനിമ കാണുന്നതാ, അതില്ലാതാക്കല്ലേ. സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തിയേറ്ററിൽ ഇപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് കിട്ടുന്ന ഞങ്ങൾക്ക് റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസാണ് കിട്ടുന്നത്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. പക്ഷെ എന്നിട്ടും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് ഇങ്ങനെ നെഗറ്റീവ് വരുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട്. പക്ഷെ രാഹുലിന്റെ അഭിനയം പോരെ കേട്ടോ. സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഇതുപോലെ നെഗറ്റീവ് വന്നെങ്കിൽ, പക്ഷെ ഞങ്ങൾ തിയേറ്ററിൽ പോയപ്പോൾ ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത് അത്യാവശ്യം അവർക്ക് തന്നെ ഭയങ്കര അക്സെപ്റ്റ് ചെയ്തു. അവർക്ക് ഇഷ്ടപ്പെട്ടു, അവര് സജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. പിച്ച് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് തന്നെ ഞങ്ങൾക്ക് ആവശ്യമാണ്. എന്തായാലും നിങ്ങൾ ലാസ്റ്റ് സിനിമ കണ്ടിറങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളൊരു ഹാപ്പി ആയിട്ടായിരിക്കും. നിങ്ങൾ ചെറിയ രോമാഞ്ചം. അതെ, നിന്റെ കൂടുതൽ അഭിനയം ആ നാട്ടുകവിടാന്നുള്ള പടത്തെ ഞാൻ കണ്ടു. ചെയ്ത് വെക്കാൻ ഉദ്ദേശിച്ചിരുന്നത്, പക്ഷെ ഇതിൽ കോമഡി മുഴുവൻ ഹൊററും, ഹൊറർ മുഴുവൻ കോമഡിയും ആയിപ്പോയി എന്നുള്ളതാണ്. ഞാൻ അസലായി അഭിനയിച്ചു അല്ലേ ബാലു? നീയാണ് വെറും തല്ലിപ്പൊളിയായി പോയത്. ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമാച്ചറിഷ്, അഭിനയിക്കാൻ അറിയില്ല. മലയാളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും നാറിയൊരു പടം അഖിലന്നാർഡി, എന്റെ പൊന്നോ, ആദ്യത്തെ ഒരു 3/4 മണിക്കൂർ എല്ലാം നമുക്ക് ശരിയാക്കാം, വെറുതെ നാറ്റിക്കരുത്. നാർക്കടോ, ഇനി എന്തോന്ന് നാറാൻ താങ്കൾ വിചാരിച്ചത്? ഇത്രയും സമയം ആസഹിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ക്രീനിൽ നോക്കാൻ തോന്നില്ല. എന്റെ പൊന്നേ, സഹിക്കാനൊക്കുന്നില്ല. അഖിലന്നാർഡിയുടെ ചില ചേഷ്ടകള്, എന്റെ പൊന്നോ, ഫുഡ്. തന്റെ ഫസ്റ്റ് പടമല്ലേ ഇത്? അതെ. തന്റെ ലാസ്റ്റ് പടവും ഇത് തന്നെയായിരിക്കും. ഇഡിയറ്റ്. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.